ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ. ഏവർക്കും ശുഭദിനം ആശംസിച്ച് ശുഭചിന്തയിലേക്ക് പ്രവേശിക്കട്ടെ. യഹൂദ നാട്ടിൽ ഒരു നാടോടി കഥയുണ്ട്. അതിങ്ങനെയാണ്. ആ കഥയിലെ പ്രധാന കഥാപാത്രം അക്കീബ എന്ന റാബിയാണ്. യഹൂദ സമൂഹം മതപീഡനം അനുഭവിക്കുന്ന കാലം. ജീവരക്ഷാർത്ഥം അനേക യഹൂദന്മാർ തങ്ങളുടെ ജന്മനാട് ഉപേക്ഷിച്ച് ഓടി പലായനം ചെയ്യുന്ന കാലം. അത്തരത്തിൽ ഓടുന്നവരെ വിശ്വാസത്തിൽ പിടിച്ചു നിർത്തുവാനും ദൈവത്തിങ്കലേക്ക് മടക്കി കൊണ്ടുവരുവാനും വളരെ ഉത്തരവാദിത്തമുള്ള റാബിയായ അക്കീബായും അവരോടൊന്നിച്ച് ഭയപ്പെട്ട് ഓടുകയാണ്. തന്നെ റാബിയായി അംഗീകരിച്ച ആരും അറിയുന്നതിനു മുമ്പ് തന്നെ ആ നാട്ടിൽ നിന്നും രക്ഷപ്പെടണം എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. റാബി അക്കീബ ഒളിച്ചോടാൻ ഒരുങ്ങുമ്പോൾ 3 പ്രത്യേക വസ്തുക്കൾ താൻ കയ്യിൽ കരുതി. വിശുദ്ധ ഗ്രന്ഥം വായിക്കുവാൻ ഒരു വിളക്കാണ് ഒന്നാമത്തത്. രണ്ടാമത്തത് പ്രഭാതം വിളിച്ചറിയിക്കുവാൻ ഒരു പൂവൻ കോഴി. മൂന്നാമത്തതോ യാത്രയിൽ സഹായിക്കുവാൻ ഒരു കഴുത. അങ്ങനെ അദ്ദേഹം ഒരു ഗ്രാമത്തിൽ എത്തിച്ചേർന്നു. തനിക്ക് രാപാർക്കാൻ ഒരു വസതി തരണമേ എന്ന് പലരോടും അപേക്ഷിച്ചു. എന്നാൽ അവരാരും അത് നൽകിയില്ല. നിരാശനായി അദ്ദേഹം തെരുവീഥിയിലിരിക്കുമ്പോൾ അതിശക്തമായ ഒരു കാറ്റടിച്ചു. കയ്യിൽ തെളിഞ്ഞു നിന്ന വിളക്ക് കെട്ടുപോയി. നിരാശനായി തൻ്റെ വിധിയെ ഓർത്ത് അദ്ദേഹം വിലപിച്ചു. ഉടനെ ഒരു കുറുക്കൻ ഓടിയെത്തി തൻ്റെ അരികിലിരുന്ന പൂവൻ കോഴിയെ തട്ടിയെടുത്തുകൊണ്ട് ഓടി. പിന്നാലെ റാബിയും ഓടി. പക്ഷേ രക്ഷിക്കുവാൻ കഴിഞ്ഞില്ല. അദ്ദേഹം തിരികെ വന്നപ്പോൾ തൻ്റെ കഴുതയെ ഒരു സിംഹം കടിച്ചു കൊന്നിട്ടിരിക്കുന്നതായി കണ്ടു. അദ്ദേഹം തെരുക്കോണിയിൽ മുട്ടുമടക്കി നിന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചു, അല്ലയോ ദൈവമേ, ഞാൻ നിന്റെ ഭക്തനായി ഇത്ര കാലം ജീവിച്ചിട്ടും നീ എനിക്ക് വലിയ കഷ്ടത വന്നപ്പോൾ തുണയായില്ലല്ലോ. ആ രാത്രിയിൽ തന്നെ അദ്ദേഹം തൻ്റെ സ്വന്തം ഗ്രാമത്തിലേക്ക് മടങ്ങിപ്പോയി. 2 നാൾ കഴിഞ്ഞ് അദ്ദേഹം അറിഞ്ഞു, താൻ അഭയം പ്രാപിപ്പാൻ ആഗ്രഹിച്ച ഗ്രാമത്തിൽ തനിക്ക് കഷ്ടതയും ഭാരവും സമ്മാനിച്ച ആ രാത്രിയിൽ കുപ്രസിദ്ധി നേടിയ ഒരു കൊള്ളസംഘം വന്ന് സകലതും ആക്രമിച്ച് കൊള്ള ചെയ്ത് നശിപ്പിച്ചു. കണ്ണിൽ കണ്ടവരെയെല്ലാം കൊന്നുകളഞ്ഞു. വസ്തുവകകൾ അപഹരിക്കുകയും ചെയ്തു. അക്കീബ ഓർത്തു, തലേനാൾ തനിക്ക് ആ ഗ്രാമത്തിൽ അഭയം ലഭിച്ചിരുന്നു എങ്കിൽ തൻ്റെ ജീവനും ജീവിതവും ഇന്ന് ഉണ്ടാകുക ഇല്ലായിരുന്നു. തെരുവീഥിയിലിരുന്ന തൻ്റെ വിളക്ക് കത്തുകയോ പൂവൻ കോഴിയോ സന്തത സഹചാരിയായ കഴുതയോ തന്നോടൊപ്പം ഉണ്ടായിരിക്കുകയോ ചെയ്തിരുന്നു എങ്കിൽ തൻ്റെ ജീവൻ അപഹരിക്കപ്പെടുമായിരുന്നുവല്ലോ എന്നോർത്ത് ഇന്നലെ വന്നു ഭവിച്ച ആ വലിയ അപകടം അത് നന്മയ്ക്കായി സർവശക്തൻ രൂപപ്പെടുത്തി എന്നോർത്ത് അക്കീബ മുട്ടുമടക്കി സന്തോഷത്തോട് ദൈവത്തിന് നന്ദി പറഞ്ഞു. യഹൂദന്മാരുടെ ഇടയിൽ പ്രസിദ്ധമായ ഒരു ഐതിഹ്യ കഥയായിരിക്കാം ഇത്. എന്നാൽ ഓർക്കുക, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയ പ്രകാരം വിളിക്കപ്പെട്ടിരിക്കുന്നവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപിക്കുന്നു. തനിക്ക് വന്ന് ഭവിക്കാവുന്ന അസഹനീയമായ പീഡനം മനസ്സിൽ തെളിഞ്ഞപ്പോൾ മാനുഷിക തലത്തിൽ ക്രിസ്തു പ്രാർത്ഥിച്ചു, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം നീങ്ങിപ്പോകണമേ, എങ്കിലും എൻ്റെ ഇഷ്ടം അല്ല നിൻ്റെ ഇഷ്ടം നിറവേറട്ടെ. ഒരിക്കലും നമ്മുടെ പ്രാർത്ഥന താൽക്കാലികമായ നന്മയ്ക്കായി വിജയത്തിനായി രൂപപ്പെടരുത്. നമ്മെ മെനഞ്ഞുണ്ടാക്കിയ സർവശക്തൻ്റെ തിരിഹിതം നമ്മിൽ നിറവേറാനല്ലാതെ മറ്റൊന്നും നാം ആഗ്രഹിക്കരുത്. മറ്റൊന്നിനും വേണ്ടി ദൈവസന്നിധിയിൽ മുട്ടുമടക്കരുത്. ദൈവമേ, നിൻ്റെ ഹിതം അതെൻ്റെ ജീവിതത്തിൽ നിറവേറണമേ. എൻ്റെ ജീവിതകാലം മുഴുവനും നിൻ്റെ നന്മയും കരുണയും സമാധാനവും എന്നിൽ നിറയണമേ. ഇതായിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന. സർവശക്തൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. ശുഭദിനാശംസകളോട് നന്ദി.